യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിതയ്ക്കപ്പെടുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ദൈവത്തിൻ്റെ വചനം അത്ഭുത സൗഖ്യമായി, അനുഗ്രഹമായി, കൃപകളായി നിങ്ങളിലേക്ക് നിറയാനായിട്ട് പോവുകയാണ്. ഈ വചന ശുശ്രൂഷയിൽ തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ ഒരത്ഭുതം നമുക്ക് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ അവിടെ നിനക്ക് വേണ്ടി ചെയ്യും എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ സജീവമായി പ്രാർത്ഥനയോടെ പങ്കെടുക്കാം. നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. എല്ലാവർക്കും ദൈവത്തോട് സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ ഒരു സ്പർശനം, ഒരനുഭവം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമായിട്ട് മാറുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ മാറിൽ ചേർന്ന് ആ സ്നേഹം അനുഭവിക്കുന്നത് പോലെ ദൈവമായ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് സ്നേഹം അനുഭവിച്ച അനേക വ്യക്തികൾ അവര് ദൈവത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത പലരും, പ്രേക്ഷിതവേല ചെയ്ത പലരും അതെല്ലാം ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് മാറി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിലൊരു ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു വ്യക്തി എന്നെടുക്ക വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തി നമ്മുടെ ധ്യാനങ്ങളിൽ ആളുകളെയൊക്കെ കൊണ്ടുവരികയും പ്രേക്ഷിതവേല ചെയ്ത വ്യക്തിയാണ്. ഞാൻ ഏറെ വർഷം കൂടിയാണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ പ്രേക്ഷിത വേലയൊന്നും ചെയ്യുന്നില്ലേ? ഇല്ല, പ്രേക്ഷിത വേലയൊന്നും ചെയ്യാൻ താല്പര്യമില്ല.
ജീവിതത്തിൽ കുറേ ഞെരുക്കങ്ങൾ, തകർച്ചകൾ, സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പേരെ ഉപേക്ഷിച്ചു. ആത്മാക്കളെ നേടണമെന്നുള്ള ദാഹം ആദ്യമുണ്ടായിരുന്നു. ദൈവത്തോട് വലിയൊരു സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു വന്ന വ്യക്തിയാണ്. അതെല്ലാം ഹൃദയത്തിൽ നഷ്ടമായി. ഇന്ന് സാധാരണ ഒരു ലോക മനുഷ്യനെ പോലെ ജീവിക്കുന്ന വ്യക്തിയായിട്ട് തീരുകയാണ്. ദൈവത്തിൻ്റെ കരവലയത്തിൽ നിന്ന് ആ കരവലയത്തെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കാതെ ലോകത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടി, വ്യക്തിയുടെ സ്നേഹത്തിനു വേണ്ടി, വ്യക്തികളുടെ പരിഗണനയ്ക്കൊക്കെ വേണ്ടി ദാഹത്തോടെ നടക്കുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു വീഴ്ചയാണ്. ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുമോ അത്രമാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ, ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് കടപ്പെട്ടവരാ. ഇന്ന് ചില വ്യക്തികള് മനുഷ്യ സ്നേഹത്തിന്റെ ലോകമോഹങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. കർത്താവിന് വേണ്ടി തീഷ്ണമായിട്ട് ശുശ്രൂഷകൾ ചെയ്തിരുന്ന പലരും തകർന്നു പോയി ജീവിതത്തിൽ. വെളിപാടിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തില് 2 മുതൽ 5 വരെ വചനങ്ങൾ പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളൊക്കെ എനിക്കറിയാം, അതൊക്കെ നല്ലതായിരുന്നു. നിന്റെ ഉറച്ചു നിൽപ്പ് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ദുഷ്ടരോടുള്ള നിന്റെ സമീപനം അത് ദൈവസ്നേഹത്തില് അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടമായി എന്നാണ് ദൈവം പറയുന്നത്. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. അപ്പസ്തോലന്മാരാണെന്ന് നടിക്കുക, അങ്ങനെ അവകാശപ്പെടുന്നവര് അത് ശരിയോ തെറ്റോ എന്ന് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി. നമ്മൾ സഭയുടെ പഠനങ്ങള് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പസ്തോലിക പാരമ്പര്യമുള്ള കത്തോലിക്ക സഭയിലെ ഒരു അംഗമാണ് ഞാനെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാവണം. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പഠനങ്ങള്, സഭയുടെ പഠനങ്ങള്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കൊരു ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കാനായിട്ട് കഴിയണം. തീർച്ചയായും ക്ഷമാപൂർവ്വം നീ പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്. ഇതൊക്കെ നല്ലതാണ്. നീ നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് പാടും, ദൈവത്തെ ആരാധിക്കും, സൽപ്രവൃത്തികൾ ചെയ്യും, വചനം അനുസരിക്കുവാൻ തീഷ്ണമായി നീ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നീ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കർത്താവ് സമ്മതിക്കട്ടെ, ഇതൊക്കെ നീ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നീ ഇക്കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം നിനക്കില്ല. നീ പ്രേക്ഷിതവില ചെയ്യുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്, ഒക്കെയുണ്ട്. നീ പിടിച്ചു നിൽക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും നീ ക്ഷീണിച്ചിട്ടില്ല. നീ വചനം അനുസരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ കർത്താവിന് നിന്നോടൊരു കാര്യം പറയാറുണ്ട്: ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ എവിടെ വെച്ചോ കൈവിടിഞ്ഞു. ആ ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ഒരു കരസ്പർശനം ഏറ്റുവാങ്ങിയ വ്യക്തി, കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച വ്യക്തി, കർത്താവിന്റെ സൗഖ്യം അനുഭവിച്ച വ്യക്തി ആ സ്നേഹത്തെ അനേകർക്ക് കൊടുക്കുന്നവരായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്.
പക്ഷെ എനിക്ക് നിന്നോട് പറയാനുണ്ട്, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന ഒരു തിളയ്ക്കുന്ന സ്നേഹം, ദൈവസ്നേഹം, ആത്മാക്കളെതിരെയുള്ള ദാഹം, പാപികളെ രക്ഷയിലേക്ക് നയിക്കാനുള്ള ആ ഓടി നടന്നുള്ള പ്രയത്നം, ഇതൊക്കെ ആ ദൈവസ്നേഹത്തെ പ്രതി ചെയ്തു. പക്ഷെ ഇന്ന് ആ ഒരു ആദ്യ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം നിന്നിൽ ഞാൻ കാണുന്നില്ലെന്ന് കർത്താവ് പറയുക. പ്രത്യേകിച്ച് ശുശ്രൂഷ രംഗങ്ങളിലുള്ളവർ ധ്യാനിക്കണം. ക്രിസ്തുവിനോടുള്ള ആ വലിയ സ്നേഹം, വലിയൊരു ദൈവാനുഭവത്തിൽ നമ്മൾ തുടക്കമിട്ടു. തീഷ്ണതയുണ്ടായിരുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് അവയൊക്കെ കൈമോശം വന്ന ധാരാളം പേരുണ്ട്. ആദ്യ സ്നേഹത്തിലേക്ക് ഒരു മടങ്ങി വരവിന് കർത്താവായ യേശു നമ്മളെ വിളിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ആദ്യമുണ്ടായിരുന്ന സ്നേഹമൊക്കെ എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു. ആ ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ടു പോയി. പരസ്പരം മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. കലഹവും പ്രശ്നങ്ങളുമൊക്കെ കുടുംബത്തിൽ ധാരാളമായിട്ട് വന്നു. അങ്ങനെ കുടുംബത്തിൽ വലിയ തകർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആദ്യ സ്നേഹത്തിൻ്റെ ആ അനുഭവത്തിൽ നിന്ന് ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സുകൾ അകരുമ്പോൾ കുടുംബങ്ങൾ തകരുകയാണ്. അത് സമൂഹത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് കാണണമെങ്കിൽ അവിടെ വ്യക്തികൾ ദൈവസ്നേഹത്താൽ നിറയണം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് നാം ഓരോരുത്തർ മാറണം. ദൈവത്തെ സ്നേഹിക്കാതെ എങ്ങനെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുക? നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ സ്നേഹത്തിന് എന്താ വിലയുള്ളത്? ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാ, ദൈവത്തിന്റെ സ്നേഹവും സഹോദര സ്നേഹവും. ആ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയണം. ഈ സ്നേഹത്തിൽ നിറഞ്ഞ് സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. എവിടെ വെച്ചാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. നിന്റെ അധപ്പതനം എപ്പോൾ തുടങ്ങി എന്ന് ചിന്തിക്കുക. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. എത്രയോ കുടുംബങ്ങളില് സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വിദ്വേഷത്തിന് വൈരാഗ്യത്തിൽ കഴിയുന്നു. പരസ്പരം വെറുപ്പിന് വൈരാഗ്യത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ വർഷങ്ങളായിട്ട് പരസ്പരം ഭവനങ്ങളിൽ കടന്നു ചെല്ലാറില്ല, ബന്ധങ്ങളില്ല, എല്ലാ ബന്ധങ്ങളും അറ്റുപോയി. അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ, സഹോദര സ്നേഹത്തിൻ്റെ ആ ഊഷ്മളതയൊന്നുമില്ലാത്ത കുടുംബങ്ങൾ ധാരാളം ഇന്ന് കാണുന്നുണ്ട്. എവിടേക്ക് നോക്കിയാലും അവിടെയെല്ലാം ഒരു സ്നേഹത്തിൻ്റെ കുറവ്. കർത്താവ് പറയുക, ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ നിനക്ക് എന്നോടില്ല. നീ ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്ക് എവിടെയോ കൈമോശം വന്നു. എവിടെ വെച്ചാണ് നീ അധപ്പതിച്ചത് എന്ന് ചിന്തിക്കണം. നീ ചിന്തിച്ച് ജീവിതത്തിൽ തിരുത്തൽ വരുത്തണം. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അനുതപിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഓരോ വ്യക്തികളും ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ, ദൈവത്തിനെതിരായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ, ചെറുതും വലുതുമായ പാപങ്ങൾ, അവയൊക്കെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. അനുതപിച്ച് തിരിച്ചു വരാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. കാരണം അനുതപിച്ച് പാപത്തിന്റെ കരകൾ കഴുകപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ സ്നേഹം നിറയാൻ പോവുകയാണ്. അനുതപിക്കുന്ന ഒരു പാപിയോർത്ത് സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്നുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുതപിക്കുന്ന പാപികളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന് നിറവ് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് നിരന്തരം ഒഴുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്നേഹം നിരന്തരമായിട്ട് നമ്മിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. വിശുദ്ധ മദർ തെരേസ
വിശുദ്ധ ഡാമിയൻ, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ, ഇവരൊക്കെ ദരിദ്രരെ, പാവപ്പെട്ടവരെ ഒത്തിരി സ്നേഹിക്കുകയും അവർക്കായിട്ട് ജീവിതം മുഴുവൻ വിട്ടുകൊടുത്ത് ശുശ്രൂഷ ചെയ്തവരാണ്. അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നത് ദൈവത്തിലെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ കുരിശിലെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് അവര് അഗതികൾക്ക് ആശ്രയമായിട്ട് മാറി, വേദനിക്കുന്നവർക്ക് ആശ്വാസമായിട്ട് മാറി, ആരോരുമില്ലാത്തവർക്ക് അത്താണിയായിട്ട് മാറി. ആ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയാതെ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാം. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. എവിടെ വെച്ചാണ് നീ അധപ്പതിച്ചെന്ന് ചിന്തിക്കുക, അനുദപിക്കുക. ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി കരയുക. കർത്താവിലേക്ക് ഒരു തിരിച്ചുവരവിന് സമയമായിരിക്കുന്നു. അനുദപിച്ചു തിരിച്ചു വന്നാൽ മാത്രം പോരാ, നീ ചെയ്തിരുന്ന ദൈവ ശുശ്രൂഷകള് 10 ഇരട്ടി തീഷ്ണതയോടെ ചെയ്യണം. 100 ഇരട്ടി തീഷ്ണതയോടെ എല്ലാവരെയും സ്നേഹിക്കുവാനാണ് സാധിക്കണം. ആദ്യ സ്നേഹത്തിലേക്ക് ഒരു വലിയ തിരിച്ചുവരവിന് വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല, കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹം നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ സ്നേഹപ്രവാഹത്തെ നമ്മൾ എങ്ങനെയാണ് തടഞ്ഞു നിർത്തുന്നത്? നമ്മൾ പാപം ചെയ്യുന്നു, ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അപ്പോൾ ആ സ്നേഹപ്രവാഹത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മൾ തടയപ്പെടുകയാണ്. അങ്ങനെ അനേകര് സ്നേഹശൂന്യരായിട്ട് മാറുകയാണ്. പല ധ്യാനങ്ങൾ കൂടുന്നു, കൺവെൻഷൻ കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ സ്നേഹത്തിൽ നിറഞ്ഞ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് വലിയ ഒരു ആത്മീയ പരാജയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 49-ഉം 50-ഉം വചനങ്ങൾ. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെ അത് നനയ്ക്കില്ല. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല. എൻ്റെ കണ്ണുനീര് സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കി കാണുന്നത് വരെ എൻ്റെ കരച്ചുലിയാ നിർത്തത്തില്ല. നമ്മൾ കരയണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് കരയണം. ജീവിതത്തിൽ കടന്നുപോയ പാപ വഴികളെ ഓർത്ത് കരയണം. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് എന്നെ നോക്കി കാണുവോളം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു തിരിച്ചുവരവായിരുന്നു ദൈവം ആവശ്യപ്പെടുന്നത്. ജീവിതം മുഴുവൻ കർത്താവിന് വിട്ടുകൊടുത്തിട്ട് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ലോകത്തിന്റെ മനുഷ്യരായി ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ഇത് യേശുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഒരു വേദനയും തന്നെയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച്. നിയമാവർത്തനം 32:10 വചനം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലായിടത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. മരുഭൂമിയിൽ വെച്ച് ശൂന്യത ഓരിയിടുന്ന മണലാരണത്തിൽ വെച്ച് അവനെ ഞാൻ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരു
ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് മരുഭൂമി അനുഭവം ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ വഴികളാണ്. മരുഭൂമിയിൽ കടുത്ത വേനൽ ചൂടിൻ്റെ കടുത്ത ചൂടും മണലാരണ്യം മാത്രമേ നമുക്ക് കാണുവാനുള്ളൂ. അവിടുന്ന് മരുഭൂമിയിൽ വെച്ച് ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ വെച്ച് എന്നെ കണ്ടെത്തി. കർത്താവ് നിന്നെ കണ്ടെത്തി. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചപ്പോൾ, എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ, ആർക്കും നിന്നെ വേണ്ടെന്നായപ്പോൾ കർത്താവ് നിന്നെ കൈകളിൽ കോരിയെടുത്തു. കർത്താവ് നിനക്ക് സ്നേഹം നൽകി, വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ദൈവസ്നേഹത്തിന്റെ നിറവിലേക്ക്, വലിയൊരു സ്നേഹത്തിന്റെ അഭിഷേകത്തിലേക്ക് യേശു നമ്മളെ നയിച്ചു. ഇതൊക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലൊക്കെ ആദ്യ നാളുകളാണ്. കർത്താവിനെ ഒത്തിരിയേറെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നാളുകൾ. ഇന്ന് ആ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ദാഹം പലർക്കുമില്ല. ലോകത്തിൻ്റെ മനുഷ്യനായി, ആസക്തിയുടെ മനുഷ്യനായി ജീവിക്കുമ്പോൾ കുറച്ച് ആധ്യാത്മികതയും കുറച്ച് ലോകവും കുറച്ച് മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഉള്ളൊരു ജീവിതമാണ് പലരുടെയും ജീവിതം. അപ്പോൾ ശരിക്കും വേണ്ടവണ്ണം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനും പറ്റുന്നില്ല. ഒന്ന് ഇരുന്ന് ചിന്തിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കരയാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. യേശു ഒത്തിരി സ്നേഹത്തോടെ വിളിക്കുകയാണ്. നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം ഇന്നില്ല. നിന്റെ തിരിച്ചുവരവ് കർത്താവ് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു പുനർവിചിന്തനത്തിന് നമുക്ക് സമയമായിരിക്കാം. ഒരു പുത്തൻ നവീകരണം നമ്മിൽ സംഭവിക്കട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് എന്നിലേക്ക് വന്ന് നിറയണമേ. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ മനുഷ്യനായി ലോകസ്നേഹത്തിൻ്റെ പിന്നാലെ ഒക്കെ കടന്നുപോയി ആസക്തികളും തിന്മകളുമൊക്കെ എന്നെ കീഴ്പ്പെടുത്തി. പരിശുദ്ധാത്മാവേ, എന്നോട് കരുണയാകണം. പരിശുദ്ധാത്മാവേ, വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടി ഒരു പുതിയ അഭിഷേകം എനിക്ക് തരണം. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വിട്ടുതരുന്നു. വലിയൊരു ദൈവസ്നേഹത്തിന് നിറവ്, അഭിഷേകത്തിന്റെ ശക്തിയുടെ നിറവ് പരിശുദ്ധാത്മാവേ എനിക്ക് തരണം. ആദ്യ സ്നേഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, ഒരു പുത്തൻ കുതിപ്പിലേക്ക് ദൈവാത്മാവിനെ നയിക്കണമേ. യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും ദൈവസ്നേഹം പകരണമേ. ശുശ്രൂഷ ജീവിതമൊക്കെ വിട്ടുപേക്ഷിച്ച് ലോകത്തിന്റെ മനുഷ്യരായി ഇന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തിയുമേലും നിങ്ങളുടെ ആത്മാവിനെ പകരണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതു ചൈതന്യം, ദൈവസ്നേഹത്തിന്റെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഏറ്റെടുക്കണമേ, സ്വീകരിക്കണമേ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് ലിറ്റി. ലിറ്റിക്ക് എന്ത് പറ്റിയതായിരുന്നു? എനിക്ക് ക്യാൻസർ ആണ്. 5 വർഷം മുന്നേ എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നതാണ്. പിന്നെ യൂട്രസിൽ വന്നു. പിന്നെ ബോൺ ഫുള്ള് ക്യാൻസറാണ്. ഇപ്പോൾ ബോൺ ഫുള്ള് ദ്രവിച്ചിരിക്കുകയാണ്. നടക്കാൻ എനിക്ക് ഈ വലതുവശത്ത് ഈ പെൽവിസ് ചുറ്റും ഫുള്ള് ദ്രവിച്ചിരിക്കുക. പിന്നെ ഈ ഭാഗം കൊണ്ട് എനിക്ക് ഭയങ്കര വേദനയാണ് നടക്കും വേദന. നടുവിന് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കുനിയരുത്. നട്ടെല്ലാം അപ്പം ഒരു പ്രാവശ്യം കുനിഞ്ഞപ്പം പൊട്ടിയായിരുന്നു. അങ്ങനെ ചേച്ചി കിടപ്പായിരുന്നല്ലേ? ഈ സഹോദരി പറയുന്നത് ഈ നട്ടല്, ഈ ഡിസ്ക്, ഈ ഇടുപ്പലിലൊക്കെ ദ്രവിച്ചു പോയിട്ട് നടക്കാൻ വയ്യാതെ കിടപ്പിലായിരുന്നു. പിന്നെ നട്ടലിന്റെ 2 ഭാഗത്ത് സുഷുമ്നാനാഡിയുടെ അടുത്ത് വരെ ദ്രവിച്ച് ഇരിക്കുകയാണ്. നട്ടലിന്റെ ആ ഭാഗമൊക്കെ ദ്രവിച്ചിരിക്കുകയാണെന്നാണ് ചേച്ചി പറയുന്നത്. പിന്നെ ലിവറിനകത്തും ഇപ്പൊ ക്യാൻസറിന്റെ ഇതുണ്ട്. പിന്നെ കടലയിലും
എല്ലാം മൊത്തം ശരീരത്തിൽ മൊത്തം ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ചേച്ചി കിടപ്പായിട്ട് എത്ര നാളായി? കിടപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.5 മാസമായിട്ടാണ് ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഡോക്ടർ ആദ്യമേ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇവിടെ അസ്ഥി തൊടയുടെ ഭാഗമാണ് ദ്രവിച്ചത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റിൽ നെഗറ്റീവ് റിസൾട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേദന. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഇത്ര ഭാഗം മാത്രം എക്സ്റേ എടുക്കുക, എക്സ്റേയിലൊന്നും തെളിഞ്ഞു വന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 മാസം മുന്നേ ഭയങ്കര വേദനയായിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് ബോൺ സ്കാൻ ചെയ്തപ്പം ബോൺ ഫുള്ള് ഇങ്ങനെ ദ്രവിച്ചിരിക്കുക. അതായത് ഈ ചേച്ചിയുടെ ഈ ബോൺ കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയിൽ 1.5 മാസമായിട്ട് കിടപ്പിലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്ക് എന്താ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയാമോ? പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ വേറെ ഫീലിംഗ് ഒന്നുമില്ല. ഒരു തണുപ്പ് പോലെ ഒരു തണുപ്പ് പോലെ മൊത്തം ശരീരത്തിൽ വ്യാപരിച്ചോ? അത്ര തോന്നിയുള്ളൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു? വേദനയൊന്നും തോന്നിയില്ല. വേദന ഒന്നുമില്ല. കരമടിച്ചു കർത്താവിനെ മുഖത്തപ്പെടുത്തട്ടെ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നടുവിന് അങ്ങനെ വേദന കുറഞ്ഞാ വന്നോണ്ടിരുന്നത്. പിന്നെ ഈ ഭാഗത്തായിരുന്നു എനിക്ക് കൂടുതൽ വേദന ഉണ്ടായിരുന്നു. ഈ എല്ലിന്റെ ഭാഗം ഇവിടെ എനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് വേദനയുണ്ട്. ഇവിടെ ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഇവിടെ മാത്രം ഇപ്പൊ വേദന കൂടുതൽ അനുഭവപ്പെടുന്നേ ഉള്ളൂ. ഇവിടെയാണോ? കൈന്ന് പൊക്കിക്ക് താത്തേ. ഇപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെ തൊടത്തില് രാത്രിയിലൊന്നും ഇവിടെ തൊടത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തൊരു വേദന ഉണ്ട്? ചെറുതായിട്ട്. അത് പോട്ടെ. ഇന്ന് പൊക്കിക്ക്. ഉണ്ടോ? ഈ ചേച്ചിയുടെ ഈ ഷോൾഡർ ദ്രവിച്ചതാണെന്നാണ് ചേച്ചി സാക്ഷ്യപ്പെടുത്തുന്നത്. കൈ പൊക്കിക്ക് താത്തേ. കൈ ഒന്ന് കറക്കിക്ക്. ഇപ്പം വേദന ഉണ്ടോ? ഇപ്പം വേദന ഇല്ല. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഒന്ന് നടന്ന് കാണിച്ച് ചേച്ചി ഒന്ന് നടന്ന്. ഇപ്പം വേദന തോന്നുന്നേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ചേച്ചിക്ക് ഇപ്പോൾ വേദന തോന്നുന്നില്ല. ഇവിടെ മൊത്തം ദ്രവിച്ചു പോയി എന്ന് പറയുന്ന ഈ ദ്രവിച്ചിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അല്ലേ? സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആയിരിക്കും. സ്കാനിങ് റിപ്പോർട്ടിൽ മൊത്തം ദ്രവിച്ചിരിക്കുക. ദ്രവിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ ചേച്ചി ഇപ്പം മിടുക്കിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി. ഇന്നലെ അനിലിന്റെ സാക്ഷ്യം കേട്ടില്ലേ? കേട്ടപ്പോൾ 60% എൻ്റെ രോഗം തന്നെയാണല്ലോ. അപ്പോൾ ദൈവത്തിന് മാത്രമേ സുഖപ്പെടുത്താൻ സാധിക്കുള്ളൂ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഈ അസുഖമായിട്ട് കുറേ 4-5 വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ വൈഫ് കമ്പൽ ചെയ്താണ് ഞാനിവിടെ വന്ന് ഈശോയോടെ വരാനാണ് ഇടയായത്. യേശു സുഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. പുള്ളി ആദ്യമായിട്ട് കൂടുന്ന ധ്യാനം. അതുകൊണ്ട് പുള്ളിക്ക് പിന്നെ ഇവിടെ കയ്യെ അച്ഛൻ അല്ല സാർ പറഞ്ഞില്ല ഇങ്ങനെ കയ്യെ പിടിച്ച് പ്രാർത്ഥിക്കാൻ. ആ കയ്യെ ഇങ്ങനെ വരല ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ വേദനയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പിടിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കുഞ്ഞിന്റെ പേരെന്താ? ആൻമരി. ഏത് ക്ലാസ്സിനാ പഠിക്കുന്നത്? സന്തോഷമായോ? അമ്മയെ സൗഖ്യമാക്കിയതാരാ? ഈശോ. ഈശോ അല്ലേ? യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേഗരക്ഷകൻ. യേശുവേഗരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.